ഇപ്പൊ കഴിഞ്ഞ ഈ 19-ാം തീയതി അതിശക്തമായിട്ടുള്ള നിയമങ്ങളൊക്കെ മാർഗരേഖയുടെ പ്രകാശനം നടന്നു, വെബ് പോർട്ടലിന്റെ ഉദ്ഘാടനം നടന്നു. ഇതിൽ പങ്കെടുത്ത ഒരുപാട് ആളുകളും ചിലപ്പോൾ ഈ ഗ്രൂപ്പിൽ ഉണ്ടാവാം. എന്തായാലും ഇനി അങ്ങോട്ട് നമ്മുടെ 2025 എന്ന് പറഞ്ഞ ഈ ഒരു പുതിയ വർഷത്തിന് അങ്ങോട്ട് ഒരു വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന സാഹചര്യത്തിലൂടെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. പക്ഷേ ബിസിനസ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ചെറിയ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളെ ഉള്ളൂ ശ്രദ്ധിക്കാൻ. മറ്റുള്ള ജോലിയിലോ ട്രഡീഷണൽ ബിസിനസ്സിലോ ഒക്കെ നമ്മൾ ചെയ്തതുപോലെ ലക്ഷങ്ങളോ കോടികളോ ഇൻവെസ്റ്റ് ചെയ്യേണ്ട. അവിടെ നമ്മൾ ചെയ്തതുപോലെയുള്ള കാര്യങ്ങൾ വലിയൊരു എഫേർട്ട് ഒന്നും ഇവിടെ ഇടാനില്ല. പക്ഷെ ചെയ്യുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് കണ്ടീഷനായിട്ട് നമ്മളത് ഏറ്റെടുത്ത് ചെയ്യുക എന്നുള്ളതാണ്. ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ, ഒരാളെ ആഗ്രഹിക്കാതെ നമ്മുടെ ഒരു സ്വന്തം ബിസിനസ് പോലെ നമ്മളൊരു 10-50 ലക്ഷം മുടക്കിയതുപോലെ നമ്മൾ ഈ ഒരു മേഖലയെ കാണാൻ തയ്യാറായി കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങളാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് 1-2 വർഷം കൊണ്ട് ഉണ്ടാക്കാൻ പോകുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലൊന്നും 2, 3, 4 വർഷമായിട്ട് ഒരു പക്ഷേ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ കഴിഞ്ഞു പോയ വർഷത്തെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യരുത്, വേവലാതിപ്പെടാൻ പാടില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ട് 2025 എന്ന് പറഞ്ഞ ഈ ഒരു വർഷം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടുന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന സമയത്താണ് നമുക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഫെബ്രുവരി 22-ാം തീയതി നമ്മുടെ ഗ്രേറ്റ് ലീഡർ ശൈലേഷ് ബാലൻ സാറ് കണ്ടക്ട് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് MI ഉത്സവം സീസൺ 5. ആ പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്ത ആളുകളായിരിക്കും ഒരുപാട് ആളുകൾ. ആ പ്രോഗ്രാം എന്ന് പറയുന്ന സമയത്ത് അതിന്റെ സീസൺ 5-ഉം സീസൺ 1-ഉം സീസൺ 2, സീസൺ 3, സീസൺ 4 ഒക്കെ നടക്കുന്ന സമയത്ത് ഒരുപാട് അച്ചീവേഴ്സിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ആ പ്രോഗ്രാം ഉണ്ടായിട്ടുള്ളത്. ഞാനും ഈ ഒരു പ്രോഗ്രാമിലൂടെയാണ് വളർന്നിട്ടുള്ളത്. സീസൺ 1 നടക്കുന്ന സമയത്ത് ഈ ഒരു മേഖലയിൽ ഞാൻ വന്നിട്ടില്ല, ഈ ഒരു ബിസിനസ്സിൽ ഞാൻ വന്നിട്ടില്ല. എൻ്റെ നിലവിലെ മേഖല ബേക്കറി ആയിരുന്നു. എൻ്റെ പേരറിയാത്ത ആളുകൾക്ക് ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ പേര് സിറാജ്. എൻ്റെ സ്വദേശം കോഴിക്കോട് കൊടുവള്ളിയാണ്. ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്നതിന് മുന്നേ ബേക്കറി ആയിരുന്നു, ബേക്കറിയിൽ സെയിൽസ്മാൻ ആയിരുന്നു. ഈ ഒരു ബിസിനസ് എന്താണെന്നോ ഡയറക്ട് സെല്ലിംഗ് എന്താണെന്നോ ഈ ഒരു ബിസിനസിന്റെ ആശയം എന്താണെന്നോ ഒന്നും അറിയില്ല. ഈ ഒരു ബിസിനസ്സിൽ വിജയിക്കാൻ സാധിക്കും എന്ന് കരുതിയിട്ട് ഈ ഒരു ബിസിനസ്സിലേക്ക് വന്ന ആളുമല്ല. യാദൃശ്ചികമായിട്ടൊരു പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ തയ്യാറായി. ഞാനല്ല, എൻ്റെ വൈഫാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വുമൺ കമ്പാനി എന്ന് പറഞ്ഞ പ്രോഡക്റ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലേഡീസിന്റെ പീരീഡ് സംബന്ധമായിട്ടുള്ള ഒരു പ്രശ്നത്തിന് അമിതമായിട്ടുള്ള വേദന, ഓവർ പെയിൻ, 10-18 വർഷം അനുഭവിച്ച ആ ഒരു വേദനയുടെ ഗുണമാണ് ഇന്ന് ഞാനും വൈഫും ഈ ഒരു ബിസിനസ് കരിയറായിട്ട് ഏറ്റെടുത്ത് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് ഇതിന്റെ ഫ്യൂച്ചറോ ഇതിലൂടെ വലിയ വിജയങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നു, ഇത് വലിയൊരു ബിസിനസ് ആണെന്നോ ഒന്നും മനസ്സിലായിട്ടില്ല. പ്രൊഡക്റ്റ് ഉപയോഗിച്ചു, നല്ല റിസൾട്ട് വന്നു. അപ്പോൾ ചെറിയ രീതിയിൽ ആളുകളോട് പറയാൻ തുടങ്ങി. ആളുകൾ പേസ്റ്റും സോപ്പും ഹെയർ ഓയിലും ലിവുകയിലും കഫ്രീലും കവചപ്രാശും ഒക്കെ വാങ്ങാൻ തുടങ്ങി. വാങ്ങിയ ആളുകൾ വീണ്ടും ചോദിക്കാൻ തുടങ്ങി. വാങ്ങിയ ആളുകൾ വീണ്ടും ചോദിക്കണമെങ്കിൽ അവിടെ റീപർച്ചേസിങ് നടക്കണമെങ്കിൽ പ്രൊഡക്റ്റ് ക്വാളിറ്റി വേണം. അപ്പൊ നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് 2 തരത്തിലുള്ള സെയിൽസ് ഉണ്ട്, പ്രൈമറി ആൻഡ് സെക്കൻഡറി. പ്രൈമറി സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ടൈം സെയിൽസ് ആണ്. ഒരു തവണ വാങ്ങും, പിന്നീട് വാങ്ങില്ല. നമ്മുടെ റിലേഷൻഷിപ്പ്, നമ്മുടെ ബന്ധത്തിന്റെ മുകളിൽ ഒരു തവണ വാങ്ങുന്നതിനാണ് പ്രൈമറി എന്ന് പറയാം. എന്നാൽ സെക്കൻഡറി എന്ന് പറയുന്നത് റീപർച്ചേസിങ്, വാങ്ങിയ ആളുകൾ വീണ്ടും വാങ്ങുന്നതിനാണ് പറയാം. അങ്ങനെ വാങ്ങിയ ആളുകൾ വീണ്ടും വാങ്ങാൻ തുടങ്ങിയ സമയത്ത് ഈ പ്രൊഡക്റ്റിൽ എന്തോ വലിയ കാര്യമുണ്ടെന്നും ഈ പ്രൊഡക്റ്റിന് വലിയ ക്വാളിറ്റി ഉണ്ടെന്നും മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെയാണ് കുറച്ച് ഉൽപ്പന്നങ്ങൾ എടുത്ത് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഉൽപ്പന്നങ്ങൾ എടുത്ത് സ്റ്റാർട്ട് ചെയ്തു, ചെറിയ രീതിയിലൊക്കെ തുടങ്ങി. 1 വർഷം വരെ വളരെ പാർട്ട് ടൈം ചെയ്തു. ബേക്കറിയിൽ നിന്നുകൊണ്ട് പാർട്ട് ടൈം എന്ന് പറഞ്ഞാൽ ചെയ്തിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. കാരണം രാവിലെ 8:30 മണിക്ക് ബേക്കറി പോയാൽ രാത്രി 11 മണിക്ക് തിരിച്ചു വരുന്ന ഒരു വ്യക്തിക്ക് അതിനിടയിൽ ഒരു അരമണിക്കൂർ പോലും സമയമില്ല, ഗ്യാപ്പില്ലാതെ ഫുൾ ടൈം അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് അങ്ങനെയുള്ള ഒരാളുകൾക്ക് ഇത് പാർട്ട് ടൈം എന്ന് പറഞ്ഞാൽ എത്ര ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ചാൽ അറിയാലോ. അപ്പൊ ചെയ്തിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. പ്രൊഡക്റ്റ് ചോദിക്കുന്ന ആളുകൾക്ക് പ്രൊഡക്റ്റ് കൊടുത്തു. 1 വർഷം വരെ ഇങ്ങനെ ചെയ്തു.
എന്നിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇങ്ങനെ സമയം വേസ്റ്റ് ആക്കുന്ന ആരെങ്കിലും ഈ ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ സമയം വേസ്റ്റ് ആക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എൻ്റെ ഒരു വർഷം പോയത് എനിക്ക് ഇപ്പോഴും ചെയ്യുന്നുണ്ട്, വലിയ കുറ്റബോധമുണ്ട്. ആ ഒരു വർഷം കൂടിയും ഫുൾ ടൈം ആയിട്ട് ഇറങ്ങാമായിരുന്നു എന്ന് ഇപ്പൊ ചിന്തിക്കാം. അപ്പൊ എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, അങ്ങനെ സമയം വേസ്റ്റ് ആക്കരുത്. ആരെങ്കിലും അതേ പോണതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് തൊട്ട് നമ്മൾ മാറ്റാൻ തയ്യാറാവണം. അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം ഈ ബിസിനസ് ഏറ്റെടുത്തു, ചെയ്യാൻ തുടങ്ങി. ഞാനും വൈഫും ഫാമിലി ആയിട്ട് ഏറ്റെടുത്തു. ഇന്ന് എൻ്റെ വൈഫ് സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ റാങ്കിലാണ്. ഞാൻ ടച്ചിങ് ചെറിയൊരു ബിസിനസ് ഹോൾഡും വന്നു കഴിഞ്ഞാൽ റീജിയണൽ ടീം കോർഡിനേറ്ററാണ്. ഇപ്പോൾ ഓൾറെഡി ഏതാണ്ട് 2 കോടിക്ക് അടുത്ത് സെയിൽസ് വന്നു കഴിഞ്ഞു. ഇങ്ങനെയൊക്കെ വരാനുള്ള കാരണവും തുടർച്ചയായിട്ട് DTC റാങ്കിലും ZTC റാങ്കിലും ഒരു മാസം പോലും വിടാതെ ലോയൽറ്റി ബോണസ് അടിച്ച് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എനിക്ക് പെർഫോമൻസ് ബോണസ് അടിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ STCയും കഴിഞ്ഞ മാസം പെർഫോമൻസ് ബോണസ് അടിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചത് എൻ്റെ കഴിവ് കൊണ്ടോ എനിക്ക് ഈ ഡയറക്ട് സെല്ലിങ്ങിലുള്ള എക്സ്പീരിയൻസ് കൊണ്ടോ അല്ല. ഏതൊരു വ്യക്തിക്കും സാധിക്കും. വിദ്യാഭ്യാസമോ പ്രായമോ അല്ലെങ്കിൽ ആണെന്നോ പെണ്ണെന്നോ, ചില ആളുകളൊക്കെ പറയുന്ന കേൾക്കാം, ഇത് നിങ്ങൾക്കൊക്കെ പറ്റൂ, ഇത് ഞങ്ങൾക്കൊന്നും പറ്റുന്ന പരിപാടിയല്ല. ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ പറയുന്നു. ഇത് സാറെ പോലത്തെ അല്ലെ നിങ്ങളെ പോലത്തെ ആളുകൾക്ക് ഇത് പറ്റൂ, ഞങ്ങൾക്കൊന്നും ഇത് പറ്റൂല, ഞങ്ങൾക്കൊക്കെ അത്രേ കഴിവുള്ളൂ, ഞങ്ങൾക്ക് അത്ര വിദ്യാഭ്യാസം ഉള്ളൂ, ഞങ്ങൾക്ക് ഇതിൽ എക്സ്പീരിയൻസ് ഇല്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് കാണുന്ന ഏത് ലീഡേഴ്സ് ആണെങ്കിലും, ഇപ്പൊ സുബ്രഹ്മണ്യൻ സാറെ പോലത്തെ പാർട്ടി ലീഡർ അല്ലേ, ഇങ്ങനത്തെ ആളുകളൊന്നും തുടക്കത്തിൽ ഈ മേഖല എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് വന്ന് ചെയ്ത ആളുകളൊന്നും അല്ല. ഇതിൽ വിജയിക്കുന്നു എന്ന് വിചാരിച്ച് വന്ന ആളുകളല്ല. ഇതിലൂടെ വലിയ റാങ്കിലേക്ക് എത്തുന്നു തീരുമാനിച്ച ആളുകളല്ല. ഇവിടെ നടക്കുന്നത് മാനേജ്മെന്റ് ആണ്. നമ്മളെക്കാട്ടിയും കഴിവുള്ള, നമ്മളെക്കാട്ടിയും ആവശ്യമുള്ള, നമ്മളെക്കാട്ടിയും എക്സ്പീരിയൻസ് ഉള്ള, നമ്മളെക്കാട്ടിയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യും? നമ്മുടെ ബ്രാഞ്ച് 1ലും നമ്മുടെ ബ്രാഞ്ച് 2ലും വരും. ഇങ്ങനെ വരുന്നത് വരെ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം. സ്റ്റിക്ക് ഓൺ ചെയ്യണം. ആളുകൾ പലതും പറയും, എനിക്കൊന്നും ഇത് പറ്റില്ല, എന്നെ കൊണ്ടൊന്നും ഇത് ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റില്ല, ഇതൊക്കെ ലീഡേഴ്സിന് വരുമാനം വരുന്ന ഏർപ്പാടാണ്, നിങ്ങൾക്കൊന്നും ഒന്നും കിട്ടാൻ പോകുന്നില്ല, ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ടാവും. ഇവരൊക്കെ നമ്മുടെ മുമ്പിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം എന്താണ്? ഒരു ഉറച്ച തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. വിജയിക്കുന്നത് വരെ ഞാൻ ഇതിൽ ഉണ്ടാവും എന്ന് തീരുമാനിക്കുക എന്നുള്ളതാണ്. സ്റ്റിക്ക് ഓൺ ചെയ്യും. ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്ത ആളുകളാണെന്ന് നിങ്ങൾ കാണുന്ന RTC, NTC, CTC, ITC ലീഡേഴ്സ് ഒക്കെ. അല്ലാതെ അവർക്ക് പ്രത്യേക കഴിവുണ്ടായിട്ടൊന്നുമല്ല. ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിന്ന് ആളുകളോട് നിരന്തരം അങ്ങോട്ട് പറഞ്ഞിട്ടും ആളുകൾ ബിസിനസ്സിലേക്ക് വരാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ, ആളുകൾ ഇനി ഈ ഒരു ബിസിനസ് സീരിയസ് ആയിട്ട് ചെയ്യുന്ന ആളുകളെ സെലക്ട് ചെയ്യാൻ പോവുക. ഈ കാണാൻ പോകുന്നതാ. അവനെന്ത് വേണം? നമുക്ക് നല്ല ലീഡർഷിപ്പ് വേണം, നമുക്ക് നല്ല കോൺഫിഡൻറ്റ് വേണം, നമ്മൾ ബിസിനസ്സിൽ ഉണ്ടായിരിക്കണം. ആളുകൾ ഈ ബിസിനസ്സിലേക്ക് ഒഴുകുന്ന സമയത്ത് 2025 70,000 കോടിക്ക് മേലെ ടേൺ ഓവർ ഉണ്ടാവുന്നു. 1,80,00,000 യുവാക്കൾ ഈ ബിസിനസ് ഏറ്റെടുക്കുന്നു പറയുമ്പോൾ, ഇതൊക്കെ ആളുകൾ ഇനി ഒഴുകാൻ പോവാം. ഹൈ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ ബിസിനസ് ഏറ്റെടുക്കാൻ പോവാം. അപ്പൊ അവർക്കൊരു സ്പോൺസർ വേണ്ടേ? അവരെങ്ങനെയാണ് സ്പോൺസറെ സെലക്ട് ചെയ്യുന്നത്? അവർ സ്പോൺസർ സെലക്ട് ചെയ്യുന്നത് ഇങ്ങനെയാ. അപ്പൊ വിദ്യാഭ്യാസവും കാര്യങ്ങളൊന്നും അല്ല നോക്കുക. വിദ്യാഭ്യാസം നോക്കുന്നത് ഈ ബിസിനസ് അവളെ കൂടെ നിന്നാൽ എനിക്ക് വിജയിക്കാൻ പറ്റുമോ, ഇങ്ങനെയാ നോക്കുക. അവര് നമുക്ക് നല്ല കോൺഫിഡൻസ്, നമ്മുടെ സംസാരത്തിലൊക്കെ എന്ത് ചെയ്യണം? എനർജി. ഈ ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം, നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കേണ്ടത്? ലിസ്റ്റ് ഉണ്ടാക്കുന്ന ടെക്നിക്ക് എങ്ങനെയാണ്? അപ്പൊ ഞങ്ങൾ ഉണ്ടാക്കുന്ന ലിസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു ചെറിയൊരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം.
എൻ്റെ ഒരു ഓർഗനൈസേഷനിൽ എൻ്റെ ടീമിൽ ഞാൻ ഉണ്ടാക്കുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്. ആ ടെക്നിക്കാണ് ഫ്രണ്ട്സ് ടെക്നിക്ക് എന്ന് പറയും. എന്താണ് ഫ്രണ്ട്സ് ടെക്നിക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ വാക്കിന്റെ ഓരോ ലെറ്ററിലും ഓരോ വേർഡ്സ് ഉണ്ട്. ആദ്യത്തെ അക്ഷരമാണ് എഫ്. എഫ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ്. അതിൽ 30 പേര് ലിസ്റ്റ് നമ്മൾ ഉണ്ടാകും. നമ്മുടെ സുഹൃത്തുക്കളായ ആളുകളുടെ 30 പേരുടെ ലിസ്റ്റ്. രണ്ടാമത്തെ അക്ഷരം ഏതാണ്? ഫ്രണ്ട്സിൽ രണ്ടാമത്തെ അക്ഷരം ഏതാണ്? ആർ. ആർ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ്. റിലേറ്റീവ്സിൽ നമ്മൾ ഒരു 30 പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കുക. മൂന്നാമത്തെ അക്ഷരം ഐ ആണ്. ഐ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. കൂടെ പഠിച്ച ആളുകൾ അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്ത ആളുകൾ. ഒരു 30 പേരുടെ ലിസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഉണ്ടാക്കുക. അടുത്ത അക്ഷരമാണ്, നാലാമത്തെ അക്ഷരമാണ് ഇ, എക്സ്പേർട്സ്. എക്സ്പേർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് ജോലിയൊക്കെ ചെയ്ത് റിട്ടയർഡ് ആയിരിക്കുന്ന ആളുകൾ, ഒരു പ്രൊഫഷണൽ കാറ്റഗറിയിലുള്ള ആളുകൾ, റിട്ടയർഡ് ഒക്കെ ആയി വീട്ടിലിരിക്കുന്ന ആളുകളെ കണ്ടെത്തുക. അങ്ങനത്തെ ഒരു 30 പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കുക. അടുത്ത അഞ്ചാമത്തെന്ന് പറഞ്ഞാൽ നൈബേഴ്സ് ആണ്. നൈബേഴ്സിനും നമ്മളൊരു 30 പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കുക. അടുത്ത അക്ഷരമാണ്, ആറാമത്തെ അക്ഷരം എന്താണ്? ഡി ആണ്. ഡി എന്ന് പറഞ്ഞാൽ ഡ്രീമേഴ്സ്. ഡ്രീമേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്വപ്നമുള്ള ആളുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് യൂത്ത് ആണ്, യുവാക്കൾ. ഒരു 30 പേരുടെ ലിസ്റ്റ് യുവാക്കളിൽ ഉണ്ടാക്കുക. ഒരു 18-ന്റെ 25-ന്റെ ഇടയിലുള്ള ആളുകളുടെ 30 ആളുകളുടെ ലിസ്റ്റ് ഉണ്ടാക്കുക. അവസാനത്തെ അക്ഷരമാണ് എസ് എന്ന് പറയുന്നത്. എസ് എന്ന് പറഞ്ഞാൽ സ്ട്രേഞ്ചേഴ്സ്, അപരിചിതര്. ബസ്സിൽ നിന്ന് പരിചയപ്പെട്ട ആളുകൾ, കല്യാണ വീട്ടിൽ നിന്ന് പരിചയപ്പെടുന്ന ആളുകൾ, മരണ വീട്ടിൽ നിന്ന് പരിചയപ്പെടുന്ന ആളുകൾ, ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് പരിചയപ്പെടുന്ന ആളുകൾ. ഇത്രയും കാലമായിട്ട് നമ്മൾ അങ്ങനെ പരിചയപ്പെട്ടിട്ടില്ലെങ്കിൽ ഇനി അങ്ങോട്ട് പരിചയപ്പെടുക. സ്ട്രേഞ്ചേഴ്സിന് ഭയങ്കര വാല്യൂ ആണ്. സ്ട്രേഞ്ചേഴ്സ് എത്ര സെയിൽസ് തരും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. കാരണം ഞങ്ങളുടെ ഓർഗനൈസേഷനിൽ ഒരു അനിൽകുമാർ എന്ന് പറഞ്ഞ വ്യക്തിയുണ്ട്. ഫാർമസിസ്റ്റാണ്, നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. STC ലീഡറാണ്. 30-35 വർഷമായിട്ട് അലോപ്പതി മേഖലയിലെ ഫാർമസിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ ടീമിൽ ഒരു യാസർ അറഫാത്ത് എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. അദ്ദേഹം ഫാർമസിസ്റ്റിനാണ്, മെഡിക്കൽ ഷോപ്പിലാണ്. അപ്പൊ അവർക്കൊരു മെഡിക്കൽ അസോസിയേഷന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഒരു ദിവസം ഈ മെഡിക്കൽ ഷോപ്പിൽ, യാസറിന്റെ മെഡിക്കൽ ഷോപ്പിൽ വന്നിട്ട് ഒരാള് നമ്മുടെ വൂണ്ട് കില്ലിംഗ് ക്രീമിന്റെ ഫോട്ടോ കാണിച്ചിട്ട് പറഞ്ഞു, ഈ പ്രൊഡക്റ്റ് എവിടുന്നെങ്കിലും കിട്ടുമോ? മെഡിക്കൽ ഷോപ്പിൽ വന്നിട്ടാണ് ചോദിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇത് ഇവിടെ ഇല്ലല്ലോ, ഇവിടെ വേറെ ഓരോ ഒന്നിന്റെ പേര് പറഞ്ഞു, ഇത് നമ്മുടെ ഉൽപ്പന്നം അല്ലെങ്കിൽ എന്തോ ആയുർവേദമാണെന്ന് തോന്നുന്നു, ഇത് ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇത് തന്നെ കിട്ടണം, ഇതെനിക്ക് നല്ല റിസൾട്ട് ഉണ്ട്, ഇത് തന്നെ കിട്ടണത് എവിടുന്നാ കിട്ടുക എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം അത് ഫോട്ടോ എടുത്തു. അവര് ഫാർമസിസ്റ്റിന്റെ ഗ്രൂപ്പില്, മെഡിക്കൽ അസോസിയേഷന്റെ ഗ്രൂപ്പില് അവന്റെ ഫോട്ടോ ഇട്ട് ചോദിച്ചു, ഈ ഒരു പ്രോഡക്റ്റ് ആർക്കെങ്കിലും എവിടെന്നെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ടോ? ആ സമയത്ത് നമ്മുടെ അനിൽകുമാർ സാർ നമ്മുടെ ഈ ഒരു ബിസിനസ്സിൽ സീരിയസ് ആയിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ZTC ലീഡറേറ്റ് ആണെന്ന്, DTCയോ അങ്ങനെ എന്തോ ആണ്. അപ്പൊ അദ്ദേഹം ആ ഗ്രൂപ്പിലുണ്ടല്ലോ, ഫാർമസിസ്റ്റിന്റെ ഗ്രൂപ്പല്ലേ. അപ്പോ ആ വ്യക്തി ഫോട്ടോ ഇട്ട സമയത്ത് അനിൽകുമാർ സാറ് ഇദ്ദേഹത്തിനെ പേഴ്സണൽ ആയിട്ട് വിളിച്ചു. പരിചയമുള്ള ആളല്ല, ഒരുപാട് 100 കണക്കിന് 500 കണക്കിന് ആളുകൾ ആ ഗ്രൂപ്പിൽ ഉണ്ടാവുമല്ലോ, പരിചയം ഉണ്ടാവില്ലല്ലോ. അപ്പൊ ആ പേഴ്സണലായിട്ട് നമ്പർ എടുത്ത് വിളിച്ചു, നിങ്ങൾ എവിടെയാണ് സ്ഥലം, എന്റെ കയ്യിൽ സാധനമുണ്ട്, ഞാൻ എത്തിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പൊ ആയിക്കോട്ടെ, വണ്ടിക്കൂലി പോലും നഷ്ടമാണ്. കൊണ്ട് കൊടുത്താൽ നമുക്ക് അതിന് കിട്ടുന്ന ലാഭം, വണ്ടിക്കൂലി കൊടുത്താൽ പോലും കയ്യിൽ നിന്ന് പൈസ പോകും. പക്ഷെ ഈ അനിൽകുമാർ സാർ അത് നോക്കിയില്ല. ഈ വൂണ്ട് കില്ലിംഗ് ക്രീമുമായിട്ട് അദ്ദേഹത്തിന്റെ സ്ഥലത്ത് കൊണ്ടുപോയി കൊടുത്തു. ഈ ഒരു അൺമ്യൂട്ട് ചെയ്ത ആളൊന്ന് മ്യൂട്ട് ചെയ്യാവോ? പുറത്തേക്ക് സൗണ്ട് വരുന്നുണ്ടായിരുന്നു. എന്താ LSA ELSCSA പറയുന്ന ഒരാൾ? ഓക്കെ, വെരി ഗുഡ്. അപ്പോ കൊടുത്ത സമയത്ത് അദ്ദേഹത്തിന് നല്ല റിസൾട്ട് വന്നു. റിസൾട്ട് വന്ന സമയത്ത് ഈ അനിൽകുമാർ സാർ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാനൊന്ന് അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഡേറ്റ് വാങ്ങി അവിടെ പോയി ഈ ഒരു ബിസിനസിന്റെ പ്ലാൻ കൊടുത്തു. ബിസിനസിനെ പറ്റി മനസ്സിലാക്കി കൊടുത്ത സമയത്ത് ആ വ്യക്തി ഐഡിയ അടിച്ചു. ആ വ്യക്തി ഇന്ന് സോണൽ ടീം കോർഡിനേറ്ററാണ്. 30 ലക്ഷം ബിസിനസ് വോളിയം, 40 ലക്ഷത്തിന്റെ കച്ചവടം.
ഈ അനിൽകുമാർ സാറിന് കിട്ടിയത് സ്ട്രേഞ്ചേഴ്സിലൂടെയാണ്. അപ്പൊ സ്ട്രേഞ്ചേഴ്സിന് വലിയ വാല്യൂ ഉണ്ട്. അപ്പൊ നമ്മളെ ഈ ലിസ്റ്റ് 210 ആളെ ലിസ്റ്റ് ഉണ്ടാവും. ഫ്രണ്ട്സ് ടെക്നിക്കില് 210 പേരുടെ ലിസ്റ്റ്. ഈ 210 ആളെ ലിസ്റ്റിൽ നിന്ന് നമ്മൾ ഒരു 25 ആളെ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം. എങ്ങനെയാ ഷോർട്ട് ലിസ്റ്റ് ചെയ്യേണ്ടത്? 25 ആളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യേണ്ടത് മാൻ കാറ്റഗറിയിലായിരിക്കും. എന്താണ് മാൻ കാറ്റഗറി? മാൻ കാറ്റഗറി എന്ന് പറഞ്ഞാൽ എം എന്ന് പറഞ്ഞാൽ പണമാണ്, മണി. എം ഫോർ മണിയാണ്, പണം. നിങ്ങൾ 210 ആളെ ലിസ്റ്റ് ഉണ്ടാക്കിയതിൽ 25 ആളെ നമ്മൾ മാറ്റി എഴുതുന്നത് ഈ കാറ്റഗറി ആയിരിക്കണം. മറ്റുള്ള ആളുകൾക്കൊക്കെ നമുക്ക് ഉൽപ്പന്നം പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റുന്ന ആളുകളാണ്, കസ്റ്റമറാണ്, എല്ലാവർക്കും പ്രൊഡക്റ്റ് കൊടുക്കാം. പക്ഷെ ഈ 25 ആളുകളെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് മാൻ കാറ്റഗറി ആയിരിക്കണം. അപ്പോൾ ഒന്നാമത്തത് പണമാണ്, മണി. അതിന് നമ്മൾ പ്രയോറിറ്റി കൊടുക്കണം. നമ്മളൊരു പ്ലാൻ കൊടുത്തു, ബിസിനസ് കൊടുത്തു, അവർക്ക് ബോധ്യപ്പെട്ടു, അവർക്ക് ബിസിനസ് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഒരു 5000 രൂപ പോലും അല്ലെങ്കിൽ 5750 രൂപ പ്രൊഡക്റ്റ് എടുക്കാൻ പോലും ആ വ്യക്തിയുടെ കയ്യിൽ പണമില്ല. അദ്ദേഹത്തിന്റെ സമൂഹത്തിൽ നിന്ന് അയൽവാസിന്റെ അടുത്തുനിന്നോ സുഹൃത്തിന്റെ അടുത്തുനിന്നോ അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്നോ ഒരു 5750 രൂപ അറേഞ്ച് ചെയ്യാനും പറ്റുന്ന വ്യക്തിയല്ല. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഒരു മാൻ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പാടില്ല. 25 ആളെ ലിസ്റ്റിൽ അദ്ദേഹത്തിനെ ഉൾപ്പെടുത്താൻ പാടില്ല. രണ്ടാമത്തത് എ ആണ്, അതോറിറ്റി. തീരുമാനം എടുക്കാൻ പറ്റണം. നമ്മൾ ഹസ്ബൻഡിനോട് ബിസിനസ് പറഞ്ഞു, അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ബോധ്യപ്പെട്ടു. വീട്ടിൽ പോയതിനു ശേഷം വൈഫ് പറഞ്ഞു, ഇക്ക നിങ്ങളായിട്ടാ പഠിക്കൊന്നും നിൽക്കണ്ടോ, ഇത് അങ്ങനെ ആട്ടോ, ഇത് തട്ടിപ്പാട്ടോ, അത് അങ്ങനത്തെ പരിപാടി ആട്ടോ, നിങ്ങളാരോ കൊടുക്കുക കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ അതോടുകൂടി പീസടിച്ചു പോകുന്ന ആളുകൾ, ഒരു സ്വയം തീരുമാനം എടുക്കാൻ പറ്റാത്ത ആളുകൾ, അത് ഹസ്ബൻഡ് ആണെങ്കിലും വൈഫാണെങ്കിലും. എപ്പോഴും നമ്മൾ ബിസിനസ് ഒരു ഫാമിലിയെ കൂട്ടി പറയുന്ന എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടു, ഒരു ലേഡീസിനോട് നമ്മൾ പ്ലാൻ പറഞ്ഞു, അത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, ഒരു ഹോം ഷോപ്പ് എടുക്കാനൊക്കെ തീരുമാനിച്ചു. ഹസ്ബൻഡ് ഇത് കേട്ടിട്ടില്ല. ഹസ്ബൻഡ് വീട്ടിൽ പോയി ഇതിനെപ്പറ്റി സംസാരിച്ച സമയത്ത് ഹസ്ബൻഡിനെ അറിയാവുന്ന ബിസിനസ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ മണി ചെയിനാണ്. ഒരുപാട് ആൾക്കാരെ പൈസ പോയതാണ് ഹസ്ബൻഡിന് അറിയാം. ഹസ്ബൻഡ് അവിടെ ബ്ലോക്ക് ഇടും, സമ്മതിക്കില്ല. നേരെ മറിച്ച് നമ്മൾ ഹസ്ബൻഡിനെയും കൂട്ടിയിരുത്തിയിട്ടാണ് പ്ലാൻ കൊടുത്ത് വിശദമായിട്ട് ഇത് പറഞ്ഞു കൊടുക്കുന്നത് വെച്ചാൽ ഒരു പ്രശ്നവുമില്ല, അവിടെ സെയിൽ ക്ലോസിംഗ് നടക്കും. അപ്പോൾ അതോറിറ്റി നമ്മൾ നോക്കണം. തീരുമാനമെടുക്കാൻ പറ്റുന്ന ആളുകളെ രീതിയിൽ സെയിൽസ് നമ്മൾ എഴുതണം ലിസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത്. മൂന്നാമത്തത് എൻ ആണ്, മാൻ കാറ്റഗറിയിൽ അവസാനത്തതാണ് എൻ. എൻ എന്ന് പറഞ്ഞാൽ നീഡ്സ്. ആവശ്യമുണ്ടാവണം, പണത്തിന് അത്യാവശ്യം ഉണ്ടാവണം, ഒരു അഡീഷണൽ ഇൻകം ആഗ്രഹിക്കുന്ന ആളായിരിക്കണം. ഇങ്ങനെ മാൻ കാറ്റഗറിയിലായിരിക്കണം നമ്മൾ 25 ആളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു. 210 ആളില് ബാക്കി എത്ര? 185 ആളും പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റാം. ഇങ്ങനെ 25 ആളെ ലിസ്റ്റ് നമ്മൾ മാൻ കാറ്റഗറിയിൽ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ഒരു ബിസിനസ്സിലൂടെ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും? റാങ്ക് ചേഞ്ച് ചെയ്യാനൊക്കെ സാധിക്കും. അടുത്തത് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കസ്റ്റമർ ഡാറ്റ നമ്മൾ ഉണ്ടാക്കണം. എന്താണ് കസ്റ്റമർ ഡാറ്റ? ഇന്ന് പലർക്കും സംഭവിക്കുന്നതാണ്. കസ്റ്റമർ ഡാറ്റ ഇല്ലാത്തതുകൊണ്ട് സംഭവിക്കാൻ പോകുന്ന കാര്യം, ഒരു പേസ്റ്റ് കൊടുത്തു, അല്ലെങ്കിൽ ഒരു കഫ്നിൽ കൊടുത്തു, അല്ലെങ്കിൽ ഒരു കവചപ്രാശം കൊടുത്തു, ലിവഗെയിൻ കൊടുത്തു, നമ്മുടെ കയ്യിൽ ഒരു ഡാറ്റയും ഇല്ല. നമ്മൾ അതിന്റെ ലാഭവും വാങ്ങി പോകുന്നു. ഒരു ഹെർബൽ പേസ്റ്റ് കൊടുത്തു, 51 റുപ്യ ലാഭവും കിട്ടി, നമ്മൾ പോകുന്നു. പിന്നെ നമ്മൾ ആ വ്യക്തിയെ കാണാൻ പോയിട്ടില്ല, ആ വ്യക്തിയെ നമ്മൾ ഫോളോ അപ്പ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഒരു ദിവസം നമ്മൾ കാണുന്നത്, നമ്മൾ പ്രധാനപ്പെട്ട ഒരു മീറ്റിങ്ങിന് പോയ സമയത്ത്, പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമിന് പോയ സമയത്ത് നമ്മൾ പേസ്റ്റ് കൊടുത്ത് റിസൾട്ട് ഉണ്ടാക്കി വെച്ച ആ വ്യക്തിയുണ്ട് ടീം കോർഡിനേറ്റർ ആയിട്ട് സ്റ്റേജിൽ കയറുന്നു, വേറൊരാളെ കൂടെ. എന്താ സംഭവിക്കുക? വല്ല കാര്യമുണ്ടോ നമുക്ക് കുറ്റബോധം ഉണ്ടായിട്ട്? നേരെ മറിച്ച് നമ്മൾ ആ പേസ്റ്റ് കൊടുത്ത വ്യക്തിയെ നമ്മൾ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, നമ്മുടെ കയ്യിൽ ഡാറ്റ ഉണ്ടായിരുന്നെങ്കിൽ, ആ വ്യക്തി മറ്റൊരാളെ കൂടെ ഐഡിയ അടിക്കില്ല. അപ്പൊ ചെറിയൊരു പ്രൊഡക്റ്റ് കൊടുത്താൽ പോലും നമ്മുടെ കയ്യിൽ ഒരു 200 പേജിന്റെ നോട്ട് ബുക്ക് നമ്മൾ വാങ്ങാം, അല്ലെങ്കിൽ ഒരു ഡയറി വാങ്ങാം. എന്നിട്ട് നമ്മൾ സീരിയൽ നമ്പർ,
നന്നായിട്ട് സ്കെയിൽ എടുത്ത് വരയ്ക്കുക, എന്നിട്ട് ഡേറ്റ് എഴുതുക, എന്നിട്ട് പ്രോഡക്റ്റ് എഴുതുക, എന്നിട്ട് പ്രൈസ് എഴുതുക, അടുത്ത കള്ളിയിൽ പ്രോഫിറ്റ് എഴുതുക, അടുത്ത കള്ളിയിൽ റിമാർക്ക് എഴുതുക. ഒരു വ്യക്തിക്ക് ഒരു പേജ്. അപ്പൊ അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് നമ്മൾ ഒരു പേസ്റ്റ് കൊടുത്തതാണെങ്കിൽ അബ്ദുറഹ്മാന് വേണ്ടി മാത്രം ഒരു പേജ്. ഈ പറഞ്ഞോണം സീരിയൽ നമ്പർ 1, ഡേറ്റ്, ഇന്നിപ്പോ പേസ്റ്റ് കൊടുക്കുകയാണ്, ഇന്നത്തെ ഡേറ്റ് കൊടുത്തത് ഹെർബൽ പേസ്റ്റ്, അതിന്റെ പ്രൈസ് 194, പ്രോഫിറ്റ് 51, റിമാർക്ക് ഡെന്റൽ പരമായിട്ട് എന്തെങ്കിലും ഒരു ഇത് എഴുതി വെക്കുക. അടുത്തൊരു വ്യക്തി നിങ്ങളോട് മറ്റെന്തെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങണോ, അടുത്ത പേജിൽ ഈ അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞ വ്യക്തി അടുത്തത് എന്ത് പ്രൊഡക്റ്റ് ആണോ വാങ്ങുന്നത് അതുവരെ ആ പേജിൽ വേറൊരാളത് എഴുതരുത്. അദ്ദേഹം വാങ്ങുന്ന സമയത്ത് മാത്രം എഴുതിയാൽ മതി. ഇങ്ങനെ ഉണ്ടാവുന്ന സമയത്തുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 1 മാസമല്ല 2 മാസമല്ല 3 മാസം കഴിഞ്ഞാലും ആ ഡാറ്റ നിങ്ങളുടെ കയ്യിലുണ്ടാവുന്നത് നമുക്ക് ഓർമ്മ ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് മറന്നുപോകും. നമ്മൾ 4 ദിവസം മുമ്പത്തെ ഡ്രസ്സിന്റെ കളർ ചോദിച്ചാൽ നമുക്ക് ഓർമ്മ ഉണ്ടോ? അപ്പൊ നമ്മുടെ കയ്യിൽ ഡാറ്റ ഇല്ലെങ്കിൽ നമ്മൾ ആളുകൾക്ക് പ്രൊഡക്റ്റ് കൊടുത്ത് നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഇത് നമ്മൾ എത്ര മാസം കഴിഞ്ഞാലും നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഡയറി ഒന്ന് എടുത്ത് മറച്ചു നോക്കിയാൽ മതി. അബ്ദുറഹ്മാൻ നമ്മളൊരു പേസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ജമീലക്ക് ഞാനൊരു സോപ്പ് കൊടുത്തിട്ടുണ്ട്, സുബ്രഹ്മണ്യന് ഞാനൊരു കവചപ്രാശം കൊടുത്തിട്ടുണ്ട്, അദ്ദേഹത്തിനൊന്ന് വിളിച്ചു നോക്കട്ടെ. അപ്പം വിളിച്ചാൽ അടുത്ത ഓർഡറുകളും കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ വിളിക്കാൻ വെയിറ്റ് ചെയ്യായിരിക്കൂ, കാരണം പേസ്റ്റ് തീർന്ന് നല്ല റിസൾട്ട് ഉണ്ടാവും. ഒന്ന് വിളിക്കാൻ വെയിറ്റ് ചെയ്യായിരിക്കും അവര്. അപ്പൊ ഡാറ്റ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ ബിസിനസ് ചെയ്യാൻ സാധിക്കും. ഡാറ്റ ഇല്ലാതെ ഒരു ബിസിനസ്സുകാരും ബിസിനസ് ചെയ്യുന്നില്ല. സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളെ നമ്പർ അവർ വാങ്ങി വെച്ചാൽ പിന്നെ അവർ എന്താണ് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ ഡാറ്റ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫോണിലേക്ക് മെസ്സേജ് വരാറുണ്ട്, വില കുറവാണ്, നാളെ ഇന്ന ഉൽപ്പന്നത്തിനൊക്കെ എന്താണ് വില കുറവുണ്ട്, ഇത്ര ശതമാനം ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഒരു കാറിന്റെ ഷോറൂമിൽ പോയിട്ട് ഒരു കാറ് നോക്കി പോന്നാൽ മതി, അവർ വിളിച്ചുകൊണ്ടേയിരിക്കും. അതെന്താണ്? കസ്റ്റമർ ഡാറ്റ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു കസ്റ്റമർ ഡാറ്റ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ തയ്യാറാവും. ഇത്ര ചെറിയ ചെറിയ കാര്യങ്ങളെ നമുക്ക് ചെയ്യാനുള്ളൂ. അതേപോലെ നമ്മൾ ഫീൽഡിൽ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ എന്ത് വേണം? ടൂൾസ് വേണം, ഒരു ടൂൾ കിറ്റ് വേണം. ഹൈ പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ ബിസിനസിനെ കാണണം. ഫീൽഡിൽ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നല്ലൊരു ബാഗ് വേണം, ഒരു ഡയറി വേണം, ഒരു പേന വേണം. ഒരാളെ വീട്ടിൽ പ്ലാൻ പറയാൻ പോയി, ആ വ്യക്തിയോട് ഒരു പേന തരുമോ എന്ന് ചോദിക്കാൻ പാടില്ല, നമ്മുടെ കയ്യിൽ വേണം. ഒരു കഷ്ണം പേപ്പർ തരുമോ എന്ന് ചോദിക്കാൻ പാടില്ല, നമ്മുടെ കയ്യിൽ ഡയറി ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു നോട്ട് പേഡ് എന്തെങ്കിലും വേണം. അടുത്തത് നമ്മുടെ കയ്യിൽ വേണ്ടത് ഫയലാണ്. പിന്നെ നമ്മുടെ കയ്യിൽ വേണ്ടത് ബ്രോഷറാണ്. ഒരു ഫയല്, ഒരു 4-5 ബ്രോഷർ, കൂടാതെ ഒരു പേന, ഒരു ഡയറി, ഒരു ബാഗ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒരു ടൂൾ കിറ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ വേണം. ഏത് മേഖലക്കും അതിൻ്റെതായ ടൂൾ കിറ്റ് വേണം. നമ്മളെ വീട്ടിലേക്ക് നമ്മളൊരാളെ കൈക്കോട്ട് കൊത്താൻ വിളിച്ചാൽ അദ്ദേഹം വരുന്നത് കൈയും വീരത്തല്ല. നമ്മളെ വീട്ടിൽ കൈക്കോട്ട് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടല്ല അദ്ദേഹം വരുന്നത്. അദ്ദേഹത്തിന്റെ കൈക്കോട്ടുമായിട്ടാണ് അദ്ദേഹം വരിക. അത് ടൂളാണ്. ഒരു തേപ്പുകാരനെ വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പലകയും മുട്ടും കത്തിയും ഒരസിപ്പല എല്ലാ സാധനങ്ങളും കൊണ്ടാവരിക. വാർപ്പുകാരനെ വിളിച്ചു കഴിഞ്ഞാൽ മുട്ടും പലകയും കാര്യങ്ങളൊക്കെ ആദ്യമേ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും? ലോഡിറക്കും. എന്നിട്ട് ആ പണിക്കാർ തന്നെ വരിക. ഇതൊക്കെ ടൂൾസുകളാണ്. ഇതേപോലെ നമ്മുടെ കയ്യിൽ നമ്മുടെ ബിസിനസ്സിന് അനുയോജ്യമായിട്ടുള്ള ടൂൾസുകൾ വേണം. പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ ഇറങ്ങണം. നമ്മളൊരു ബിസിനസ്സുകാരനാണെന്ന് ആളുകൾക്ക് ബോധ്യപ്പെടണം. ഡ്രസ് കോഡിലാണെങ്കിലും ഈ ഡ്രസ് കോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് വലിയ പൈസന്റെ ഡ്രസ്സ് ഇടണമെന്നല്ല കേട്ടോ. ഉള്ളത് നല്ല ഭംഗിയായിട്ട് വൃത്തിയായിട്ട് ഇൻസൈഡൊക്കെ ചെയ്തിട്ട്
പുരുഷന്മാരാണെങ്കിൽ നമ്മളെ ടാഗൊക്കെ ധരിച്ചിട്ട് ക്വാളിറ്റി ആയിട്ട് പോവാം. പ്രൊഫഷണൽ ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യണം. നമ്മളോട് കയറി ഇരിക്കാൻ പറയണമെങ്കിൽ തന്നെ അവർക്ക് എന്ത് ചെയ്യണം? ഇതൊരു ബിസിനസ്സുകാരിയാണ് അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനാണ് എന്ന് ബോധ്യപ്പെടണം. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മളിവിടെ ശ്രദ്ധിക്കാറുള്ളത്. കാരണം അത്രയും വലിയൊരു മേഖലയിലാണ് നമ്മൾ ഉള്ളത്. ഇന്ന് ലോകത്തിലെ തന്നെ വലിയ ബിസിനസ് അവസരമായിട്ട് മാറാൻ പോവുകയാണ് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ്. വേൾഡ് റേഞ്ചിൽ മാറാൻ പോവാം. ഇന്ന് ഇന്ത്യയിലെ പകരം വെക്കാനില്ലാത്ത കമ്പനിയാണ് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ്. അത് പ്രൊഡക്റ്റിന്റെ കാര്യത്തിലാണെങ്കിലും മാനേജ്മെന്റിന്റെ കാര്യത്തിലാണെങ്കിലും സയന്റിസ്റ്റിന്റെ കാര്യത്തിലാണെങ്കിലും ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് കിട്ടിയ പ്രോഡക്റ്റിന്റെ കാര്യത്തിലാണെങ്കിലും 23ഓളം പ്രോഡക്റ്റിന് ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് കിട്ടിയ വേറെ കമ്പനിയില്ല. 60ഓളം പ്രഗത്ഭരായിട്ടുള്ള സയന്റിസ്റ്റുകളും ഇന്ത്യയിൽ അറിയപ്പെടുന്ന സയന്റിസ്റ്റുകൾ. ടൈംസ് ഓഫ് ഇന്ത്യയുടെ 2019-ലും 22-ലും 24-ലും കിട്ടിയത് എലമെന്റ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിനാണ്. പകരം വെക്കാനില്ലാത്ത കമ്പനി. അപ്പൊ നമ്മൾ ഇനി ചെയ്യേണ്ടത്, ഇനി നമ്മളെ മുമ്പിലുള്ള ഒരു വലിയ പ്രോഗ്രാമാണ് നെക്സസ് എന്ന് പറയുന്ന പ്രോഗ്രാം. മെയ് 17-ാം തീയതി കമ്പനി നേരിട്ട് കേരളത്തിൽ ഒരു പ്രോഗ്രാം ചെയ്യാൻ പോവുക, കൊച്ചിയിൽ വെച്ചിട്ട്. 10,000-ത്തിലധികം ആളുകൾ പങ്കെടുക്കുന്ന ടീം കോർഡിനേറ്റർ ആൻഡ് എബോവ് പങ്കെടുക്കുന്ന പ്രോഗ്രാമാണ്. കമ്പനി കോർഡിനേറ്റ് ചെയ്തു. കമ്പനിയുടെ MD, കമ്പനിയുടെ ടോട്ടൽ മാനേജ്മെന്റ് ഒക്കെ പങ്കെടുക്കുന്ന പ്രോഗ്രാം. ആ പ്രോഗ്രാമിൽ എനിക്ക് എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാനുള്ളത് ടീം കോർഡിനേറ്റർ ആകുക എന്നുള്ളതാണ്. TC അല്ലാത്ത എല്ലാ ആളുകളും TC ആണ് ടാർഗറ്റ് വെക്കേണ്ടത്. സെൽഫ് ടാർഗറ്റ്. സോറി, ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ ഓൾറെഡി എനിക്കുണ്ട്. ഞാൻ സുബ്രഹ്മണ്യ സാറോട് എന്താ പറയാന്ന് വിചാരിച്ചിട്ട് പറയാതിരുന്നതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നെക്സസ് പ്രോഗ്രാമിലേക്ക് നമ്മുടെ ടാർഗറ്റ് എന്തായിരിക്കണം? TC ആയിരിക്കണം, ടീം കോർഡിനേറ്റർ. ഇന്ന് TC ആയ ആളുകളുടെ ടാർഗറ്റ് എന്തായിരിക്കണം? നമ്മുടെ ടീമിലുള്ള ആളുകളെ TC ആക്കുക എന്നുള്ളതാണ്. കാരണം അത്രയും വലിയൊരു പ്രോഗ്രാമാണ്. കമ്പനി ആദ്യമായിട്ടാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുന്നത്. 10,000-ത്തിലധികം ലീഡേഴ്സ് പങ്കെടുക്കുന്ന പ്രോഗ്രാം. ഇപ്പൊ TC ആയ ആളുകളൊക്കെ ആ പ്രോഗ്രാമിലേക്ക് പെർഫോമൻസ് ബോണസ് അടിച്ച് പങ്കെടുക്കുക. പെർഫോമൻസ് ബോണസ് അടിച്ചാൽ ഭയങ്കര വാല്യൂ ആണ്. ഒരു സീലിംഗ് അടിക്കുന്നൊക്കെ ഒരു വാല്യൂ ആണ് പെർഫോമൻസ് ബോണസിന്. എന്നും അവിടെ നിലനിൽക്കും. ഏത് പ്രോഗ്രാമിലും നമുക്കതൊരു വാല്യൂ ആണ്. അപ്പൊ നെക്സസ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉപയോഗപ്പെടുത്തുക. ഇനി നമ്മുടെ മുമ്പിലുള്ള ലക്ഷ്യം അതാ. ഇപ്പൊ ഒരുപാട് ആളുകൾക്കൊക്കെ MILസിലേക്കൊക്കെ ഒരുപാട് അച്ചീവ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അവിടുന്ന് ഒരൊറ്റ മുന്നേറ്റം, നെക്സസിലേക്ക് ഒരൊറ്റ ചാട്ടം. MILസ് സീസൺ 2 നടക്കുന്ന സമയത്ത്, സീസൺ 1 നടക്കുന്ന സമയത്ത് ഞാൻ ഈ ബിസിനസ്സിലില്ല. ഞാൻ ബേക്കറിയില്ല. MILS മാർക്കറ്റിംഗ് ഞാൻ കേട്ടിട്ട് പോലുമില്ല. എന്നാൽ സീസൺ 2 നടക്കുന്നതിന്റെ കുറച്ച് മുമ്പ്, ഏതാണ്ട് 2 മാസം മുമ്പാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരുന്നത്. ആ സമയത്താണ് ശൈലേഷ് ബാലൻ സാറ് MILS സീസൺ 2 പ്രഖ്യാപിക്കുന്നത്, അനൗൺസ് ചെയ്യുന്നു. അപ്പൊ അവിടെ പറയാണ്, അന്ന് ഡയമണ്ട് എക്സിക്യൂട്ടീവ് ആണ് മുബീൻ സാർ. മുബീൻ മുഹമ്മദ് സാർ ആണ് ഗസ്റ്റ് ആയിട്ട് വരുന്നത്. മാസം 50 ലക്ഷം വരുമാനമുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് റെക്കഗ്നേഷൻ കിട്ടും, പെർഫോമൻസ് ബോണസും TC ഒക്കെ ആയ നല്ല അംഗീകാരം കിട്ടും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ സമയത്ത് സ്റ്റാർ റാങ്കിലാണുള്ളത്. വന്നു, ഏതാണ്ട് ഒരു 2 മാസം 2.5 മാസം ആയിട്ടുണ്ട്. ഞാൻ സ്റ്റാർ എക്സിക്യൂട്ടീവ് ആണ്. 50,000 ബിസിനസ് ഓടുക. ആ സമയത്താണ് പറയുന്നത്, ബ്രാഞ്ച് 1-ൽ 2.5, ബ്രാഞ്ച് 2-ൽ 2.5, 5 ലക്ഷം ബിസിനസ് വോളിയം കംപ്ലീറ്റ് ചെയ്ത് TC ആയാൽ അവിടെ സ്പെഷ്യൽ റെക്കഗ്നേഷൻ, മൊമെന്റോ തന്നിട്ടുള്ള റെക്കഗ്നേഷൻ ഉണ്ടാവും. പെർഫോമൻസ് ബോണസ് അടിച്ചാൽ പൊന്നാട അണിയിച്ചുകൊണ്ട് ആദരിക്കും മുബീൻ സാർ എന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഇതിന്റെ ഉള്ളിലേക്ക് എത്തിയില്ല. കാരണം അത്രയും വലിയ ബിസിനസ് വോളിയം 1.5 മാസം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. എന്തായാലും അങ്ങനെ കഴിഞ്ഞു പോയി. 1-2 ആഴ്ച ഒക്കെ അങ്ങനെ കഴിഞ്ഞു. പിന്നെ 1 മാസം ബാക്കിയുണ്ട്. അങ്ങനെ ഒരു മീറ്റിംഗ് കൂടിയും വിളിച്ചു കൂട്ടി. ആ മീറ്റിങ്ങിൽ സംസാരിച്ച സമയത്തും എനിക്ക് വലിയൊരു താല്പര്യം, നടക്കുന്നൊരു ചിന്ത വന്നില്ല. അങ്ങനെ ഒരാഴ്ചയും കൂടി കഴിഞ്ഞു പോയി. 3 ആഴ്ച. 3 ആഴ്ചയുള്ള സമയത്താണ്
എന്നോട് പറയുന്നത്, നമ്മളൊന്ന് പ്ലാൻ ചെയ്യാൻ നമുക്ക് നടക്കും, നിങ്ങൾ എന്തായാലും TC ആവണം. എന്തോ ഒരു തീപ്പൊരി എന്റെ ഉള്ളിലേക്ക് കടത്തി വിട്ടു. എന്തോ ഒരു തീപ്പൊരി, ഒരു ബേണിംഗ് ഡിസയർ എന്ത് ചെയ്തു വന്നു. ഇനി എന്തായാലും വേണ്ടിയില്ല, ആ പ്രോഗ്രാമിൽ TC ആയിട്ട് ഞാൻ കയറും, പെർഫോമൻസ് ബോണസ് അടിച്ചിട്ട് കയറും എന്ന് അങ്ങോട്ട് തീരുമാനിച്ചു. അത് ദിവസവും ആഴ്ചയും ഇത്രയേ ഉള്ളൂ എന്നൊന്നും നോക്കിയില്ല. വീട്ടിൽ കയറാതെ പണിയെടുത്തപ്പം 3 ആഴ്ച സമയമുള്ളത്, അവസാനത്തെ ആഴ്ച 5 ലക്ഷം ബിസിനസ് കംപ്ലീറ്റ് ചെയ്ത് പെർഫോമൻസ് ബോണസ് അടിച്ചിട്ടാണ് ഞാൻ ആ സ്റ്റേജിന്റെ മുകളിൽ കയറിയത്. അത് തീരുമാനം അങ്ങോട്ട് എടുത്തതാ. അതേപോലെ എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്, നെക്സസിലേക്ക് TC ആവാൻ അങ്ങോട്ട് തീരുമാനിക്കുക. ഇന്നത്തെ റാങ്ക് എന്താണോ, ഇന്ന് നിങ്ങളൊരു ഡിസ്ട്രിബ്യൂട്ടർ ആണോ, ഞാൻ പുതുതായിട്ട് ജോയിൻ ചെയ്തതാണോ എന്നൊന്നും നോക്കണ്ട. പുതിയതായിട്ട് ജോയിൻ ചെയ്ത ആളുകൾക്ക് പോലും TC ആവാം, ടീം കോർഡിനേറ്റർ ആവാം. അപ്പൊ എന്തായാലും എല്ലാവർക്കും അതിന് സാധിക്കണം. ഞാൻ കൂടുതലായിട്ട് നീട്ടിക്കൊണ്ടു പോകുന്നില്ല, കാരണം നമ്മളൊക്കെ ഒരു മിഷൻ ഓറിയന്റഡ് ആയിട്ട് വർക്ക് ചെയ്യണം. ഒരു മിഷൻ വേണം നമുക്ക്. അപ്പൊ നമ്മുടെ ഓർഗനൈസേഷനിൽ നമ്മൾ മിഷൻ മള്ളാക്ക് എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്. മാസം 1 ലക്ഷം വരുമാനം ഉള്ള 100 പേരെ ക്രിയേറ്റ് ചെയ്യാം. ഇതാണ് നമ്മളെ മിഷൻ. ആ മിഷന് നമ്മൾ അതിശക്തമായിട്ട് മുമ്പിലോട്ട് കൊണ്ടുപോകാം. 1 ലക്ഷം വരുമാനം വേണമെങ്കിൽ നമുക്ക് എന്ത് വേണം? 2,10,000 ഒക്കെ വരും. പക്ഷെ മാസം 1 ലക്ഷം വരുമാനം റെഗുലർ ആയിട്ട് വരണം. ഈ ഒരു പദ്ധതി ഉണ്ടാക്കുക. 1 ലക്ഷം വരുമാനം വരണമെങ്കിൽ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് നമ്മളെ ഉള്ളിന്ന് പൊട്ടണം. ഉള്ളിന്ന് പൊട്ടണം ശരിക്കും. ആളുകൾ എന്ത് പറഞ്ഞാലും, ലീഡേഴ്സ് എന്ത് പറഞ്ഞാലും ഇതൊന്നും നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഓരോരുത്തരെയും ഉള്ളിന്ന് പൊട്ടണം. ഒരു കോഴിമുട്ട ഉള്ളിന്ന് പൊട്ടിയാലും പുറത്തുനിന്ന് പൊട്ടിയാലുള്ള വ്യത്യാസം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കോഴിമുട്ട ഉള്ളിന്ന് പൊട്ടിയാൽ അതൊരു കോഴിക്കുഞ്ഞ, ഒരു ജീവനാണ്. അത് പുറത്തുനിന്ന് പൊട്ടിയാൽ അത് ഓംപ്ലേറ്റ് ആണ്. 2 കോഴിമുട്ടാണ്. അത്രയും വ്യത്യാസമാണ്. ഇതേപോലെ നമ്മളെ ഉള്ളിന്നും പുറത്തുനിന്നും പൊട്ടുന്നതിന് വ്യത്യാസമുണ്ട്. നമ്മൾ ഉള്ളിന്ന് പൊട്ടിക്കണം. തീരുമാനം ഉള്ളിന്ന് വരണം. ആളുകൾ പലതും പറയും, നമ്മളെ സുഹൃത്തുക്കളും നമ്മളെ ബന്ധുക്കളും നമ്മൾ വേണ്ടപ്പെട്ടവരും അത് നടക്കൂലാന്നു, അത് അങ്ങനെയാണെന്നു ഇങ്ങനെയാണെന്നു നെഗറ്റീവ് പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മളെ തീരുമാനമാണ് നമ്മൾ വിധി നിർണ്ണയിക്കുന്നത്. ഒരു ഉദാഹരണം പറയാം. 2 സുഹൃത്തുക്കള് ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കെ, ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ, ആ സ്ഥാപനത്തിൽ നിന്ന് ഒരു സുപ്രഭാതത്തില് 2 പേരെയും പെട്ടെന്ന് എന്ത് ചെയ്തു? ജോലി ഒഴിവാക്കാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഇവിടെ ജോലിയില്ല, ഇപ്പൊ കുറച്ച് ഇവിടെ എന്താണ് പ്രതിസന്ധിയിലാണ്, കുറെ ആളുകൾ ഇവിടുന്ന് ഒഴിവാക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് 2 സുഹൃത്തുക്കളെ ആ സ്ഥാപനത്തിൽ നിന്ന് ഒഴിവാക്കി. അവർ ഭയങ്കരമായിട്ട് ടെൻഷനോട് കൂടി ഇങ്ങനെ നടന്നു പോവാ, വീട്ടിലേക്ക് പോവാ. ആ സമയത്ത് ഒരു വ്യക്തി, ആ സുഹൃത്ത് പറഞ്ഞു, ഞാൻ എന്തായാലും വീട്ടിലേക്കില്ല, ഞാൻ അടുത്ത ജോലി അന്വേഷിച്ച് പോവാ. മറ്റേ സുഹൃത്ത് പറഞ്ഞു, ഇനി നമുക്ക് ജോലിയൊന്നും കിട്ടാൻ പോകുന്നില്ല, ജോലി ആര് തരാനാണ്, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാ, എനിക്കിനി ഒരു പ്രതീക്ഷയില്ല, എൻ്റെ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടു, എനിക്കിനി ജോലി കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു ഒരു സുഹൃത്ത് വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. മറ്റേ സുഹൃത്ത് പറഞ്ഞു, ഞാൻ എന്തായാലും വീട്ടിലേക്കില്ല, ഞാൻ ജോലി അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും ജോലി എനിക്ക് കിട്ടാതിരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ സുഹൃത്ത് ജോലി അന്വേഷിച്ച് പോകാൻ തുടങ്ങി. മറ്റേ സുഹൃത്ത് വീട്ടിലേക്കും പോയി. പ്രതീക്ഷ നഷ്ടപ്പെട്ടുകൊണ്ട് വീട്ടിലേക്ക് പോയി. അങ്ങനെ ഒരുപാട് സ്ഥാപനത്തിൽ കയറി ഇറങ്ങി, ഒരുപാട് ഓഫീസുകളിൽ കയറി ഇറങ്ങിയ സമയത്തൊക്കെ അവിടെ നിന്നൊക്കെ നിരാശ. ജോലിയില്ല, ഇപ്പൊ തന്നെ സ്റ്റാഫ് അധികമാണ്, ശമ്പളം കൊടുക്കാനില്ല, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ടും ആ വ്യക്തി പ്രതീക്ഷ കൈവിടാതെ കയറി ഇറങ്ങാൻ തുടങ്ങി. അങ്ങനെ ഒരു സ്ഥാപനത്തിൽ നിന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങൾ ജോലിക്ക് വരുന്നത് കൊണ്ടൊന്നും കുഴപ്പമില്ല, പക്ഷെ സാലറി തരാൻ ഇപ്പൊ ഉണ്ടാവില്ല, കുറച്ച് കഴിയണം, ഇപ്പൊ സാലറി ഒന്നും തരാൻ ഉണ്ടാവില്ല, ഒരു 5-8 മാസം കഴിഞ്ഞാലേ സാലറി കൊടുക്കാൻ പറ്റൂ, ഇപ്പൊ ഒരുപാട് സെയിൽസ് ഒക്കെ കയറി വരുന്നേ ഉള്ളൂ, ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. ആ വ്യക്തി പറഞ്ഞു, എന്നാ കുഴപ്പമില്ല, ഞാൻ എന്നാലും ജോലിക്ക് വരാം, എനിക്ക് സാലറി വേണ്ട, ശമ്പളം വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേന്ന് അദ്ദേഹം ജോലിക്ക് കയറാൻ തുടങ്ങി, ജോലി എടുക്കാൻ തുടങ്ങി. അവിടെ സ്ഥാപനത്തിൽ ശമ്പളം കിട്ടുന്ന ജോലിക്കാരെടുക്കുന്നതിനെക്കാട്ടും വൃത്തിയായിട്ട് ഭംഗിയായിട്ട് അദ്ദേഹം ജോലി ചെയ്തു.
നേരത്തെ, അതായത് ജോലിക്കാർ വരുന്നതിന്റെ മുമ്പേ ഇദ്ദേഹം വരാൻ തുടങ്ങി. എല്ലാവരും ജോലി കഴിഞ്ഞ് പോയതിനു ശേഷം ഇദ്ദേഹം പോകും. ഒരു രൂപ പോലും പ്രതിഫലം കിട്ടുന്നില്ല. എന്നിട്ടും ആത്മാർത്ഥമായിട്ട് ശമ്പളം കിട്ടുന്ന ആളുകൾ എടുക്കുന്നതിനെക്കാട്ടും കണ്ടീഷനായിട്ട് നേരം വൈകി പോവുകയും നേരത്തെ വരികയും ചെയ്തു. കമ്മിറ്റഡ് ആയിട്ട് അദ്ദേഹം ജോലി ചെയ്തു. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയി. 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, 3 മാസം കഴിഞ്ഞു, അങ്ങനെ ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞു. അവിടുത്തെ മാനേജറായിട്ട്, മെയിൻ ഹെഡായിട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തിക്ക് 1 ലക്ഷമാണ് അദ്ദേഹത്തിന്റെ സാലറി, ശമ്പളം. അതിന് ഒരു 5-6 മാസം, 5-8 മാസം കഴിഞ്ഞ സമയത്ത് ഇദ്ദേഹത്തിന് ഒരു ശമ്പളം പോലും കിട്ടുന്നില്ല. ഇങ്ങനെ പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്താണ് അവിടെ മെയിൻ ഹെഡായ വ്യക്തിക്ക് അവിടുന്ന് മാറ്റം കിട്ടുന്നത്, ട്രാൻസ്ഫർ കിട്ടുന്നു വേറൊരു സ്ഥലത്തേക്ക്. മാറ്റം കിട്ടിയ സമയത്ത് അവിടെ നേരത്തെ പരിചയമുള്ള വർഷങ്ങളായ ആളുകൾക്കാണ് ശരിക്കും ആ സ്ഥാനം കൊടുക്കേണ്ടത്. പക്ഷെ ആ സ്ഥാനം കൊടുത്തത് പുതിയ വ്യക്തി, 5-6 മാസമായ ആ വ്യക്തിക്ക് ആ ജോലി കിട്ടി എന്നുള്ളതാണ്. അപ്പൊ അതുവരെ ഇട്ട എഫേർട്ടിന്റെ പ്രതിഫലം അവിടുന്ന് അങ്ങോട്ട് സ്ഥിരമായിട്ട് 1 ലക്ഷം വരുമാനം വരാൻ തുടങ്ങി. കാരണം ആ ഹെഡിന്റെ വരുമാനം 1 ലക്ഷമാണ്. ആ 1 ലക്ഷം വരുമാനം ഇദ്ദേഹത്തിന് കിട്ടിയതും ഇദ്ദേഹത്തിനെക്കാട്ടി ഒരുപാട് വർഷം അവിടെ എക്സ്പീരിയൻസ് ഉള്ള സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് കിട്ടാതിരുന്നത് എന്തുകൊണ്ടാണ്? അവിടെ വരുമാനം നോക്കി, സാലറി നോക്കി പണിയെടുത്തത് കൊണ്ടാണ് മറ്റേ ആളുകൾക്ക് കിട്ടാതിരുന്നത്. ഈ വ്യക്തിക്ക് കിട്ടിയത് വരുമാനവും സാലറിയും അല്ല അദ്ദേഹം നോക്കിയത്. ഇന്നില്ലെങ്കിൽ നാളെ എനിക്ക് വിജയിക്കാൻ സാധിക്കുമെന്നുള്ള തീരുമാനം. ഈ തീരുമാനം നമുക്ക് എടുക്കാൻ പറ്റുമോ? MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗിൽ ഈ തീരുമാനം നമുക്ക് എടുക്കാൻ പറ്റുമോ? എന്നാൽ നമുക്കും വിജയിക്കാൻ പറ്റും. ഇന്ന് എന്ത് കിട്ടുന്നു എന്നുള്ളതല്ല, നാളുകളിൽ നമ്മുടെ ജീവിതം എന്തായിരിക്കും, ഇതാണ് നമ്മൾ നോക്കേണ്ടത്. പലരും ഇന്ന് എന്ത് കിട്ടുന്നു എന്നുള്ളത് നോക്കുക. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഫാസ്റ്റ് മണി ഏണിംഗ് സ്കീം അല്ല. ഇത് കച്ചവടമാണ്, ബിസിനസ് ആണ്. എത്രത്തോളം കസ്റ്റമേഴ്സിന്റെയും ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെയും ശൃംഖല നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ അതിനനുസരിച്ച് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. തുടക്കത്തിലൊക്കെ നമുക്ക് നന്നായിട്ട് റീറ്റെയിൽ ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അത്രയും ക്വാളിറ്റി പ്രോഡക്റ്റ്സ് അല്ലേ. റീറ്റെയിലിങ്ങിലൂടെ നല്ല വരുമാനം കണ്ടെത്താൻ പറ്റും. തുടക്കത്തിലൊക്കെ ഞാനൊക്കെ നന്നായിട്ട് റീറ്റെയിൽ ചെയ്തിട്ടാണ് എന്ത് ചെയ്ത് ടീമിനെ ബിൽഡ് ചെയ്ത്. ഒരുപാട് ആഴ്ചകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, മീറ്റിംഗ് സെന്ററിലൊക്കെ ഒറ്റക്ക് പോയി ഇരുന്നിട്ടുണ്ട്. ഒരു വ്യക്തി പോലും ഇല്ലാതെ ഒരുപാട് ആഴ്ചകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒറ്റക്ക് പോയി മീറ്റിംഗ് സെന്ററിൽ ഇരുന്നിട്ടുണ്ട്. പറയുന്ന ആളുകളൊക്കെ റിജക്റ്റ് അടിച്ചിട്ടുണ്ട്. വരാന്ന് പറഞ്ഞ ആളുകളൊക്കെ പറ്റിച്ചിട്ടുണ്ട്. ഇതൊന്നും നോക്കാതെ വീണ്ടും 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 മീറ്റിംഗിൽ പോയി പങ്കെടുത്തത് കൊണ്ടാണ് ഒരുപാട് ടീമിലേക്ക് എത്തിക്കാൻ സാധിച്ചത്. ഒരു ആഴ്ച വരുമാനത്തിലേക്കും 60,000 രൂപക്ക് മേലെയൊക്കെ ആ വീക്കിലി ഇൻകം വാങ്ങാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ചയിലെ കഴിഞ്ഞ 600ാമത്തെ ആഴ്ച ഏതാണ്ട് 50,000-ന്റെ മേലെ ഇൻകം വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ എത്തിക്കാൻ സാധിച്ചിട്ടുള്ളത് നമ്മുടെ കഴിവ് കൊണ്ടല്ല. ഈ ഒരു ബിസിനസിന്റെ സാധ്യത അതാണ്. ഇന്ന് എന്ത് ഉണ്ട് എന്നുള്ളതല്ല, നാളുകളിൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു മഹത്തായ ഓപ്പർച്യൂണിറ്റിയാണ്. ഈ രീതിയിലേക്ക് നമുക്ക് എല്ലാവർക്കും സാധിക്കണം. അപ്പൊ മോർണിംഗ് ക്ലബ് ഒക്കെ എന്ത് ചെയ്യണം, പരമാവധി ആളുകൾ നമ്മൾ പങ്കെടുപ്പിക്കണം. നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള, നമ്മുടെ കൂടെ ഐഡി അടിച്ചിട്ടുള്ള എല്ലാ ആളുകളെയും നമ്മൾ പ്രോഗ്രാമുമായിട്ട് കണക്ട് ചെയ്യണം, സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്യണം. അപ്പൊ എല്ലാവർക്കും അതിന് സാധിക്കട്ടെ. സമയം 7 മണി ആയിട്ടുണ്ട്. കൂടുതലായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല. എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു. വളരെ സാധാരണ ഫാമിലിയിൽ നിന്ന് കടന്നു വന്നതാണ്. ബേക്കറിയിൽ നിന്ന് ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് ഒരു പ്രതീക്ഷയുമില്ല. അങ്ങനെ കടന്നു വന്ന സമയത്ത് ആളുകളോട് പറഞ്ഞ സമയത്ത് റിജക്ഷൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഫാമിലിയിൽ നിന്നും, സുഹൃത്തുക്കളിൽ നിന്നും, അയൽവാസികളിൽ നിന്നും, ബന്ധുക്കളിൽ നിന്നും ഒക്കെ റിജക്ഷനേ ഉണ്ടായിട്ടുള്ളൂ. ആരും ഏറ്റെടുത്തിട്ടില്ല. ഇവരൊന്നും ഏറ്റെടുക്കാനിട്ടും ഇന്ന് 2 കോടി ബിസിനസ് ഉണ്ടാക്കാൻ സാധിച്ചു. നമ്മൾ തീരുമാനം ഇതേപോലെ ഓരോ ആളുകൾക്കും സ്വയം തീരുമാനിക്കാൻ പറ്റണം. ഇങ്ങനെ എല്ലാ ആളുകൾക്കും ഇങ്ങനെ ഒരു സ്വയം തീരുമാനം എടുക്കാനും ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യാനും ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറാനും നിങ്ങൾ ഓരോ ആളുകൾക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. കൂടാതെ ഇന്ന് എന്നെ ഈ മോർണിംഗ് ക്ലബിലേക്ക് ക്ഷണിച്ചിട്ടുള്ള നമ്മുടെ റീജിയണൽ ടീം കോർഡിനേറ്റർ സുബ്രഹ്മണ്യൻ സാറിനും
വലിയ ഉയരങ്ങളിലേക്ക് എത്താനും വളരെ പെട്ടെന്ന് തന്നെ അടുത്ത റാങ്കിലേക്ക് എത്താനും സീലിംഗ് അച്ചീവറായിട്ട് മാറാനും ഒക്കെ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് ക്ലബ്ബിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേർന്നുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.